ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലായാലും ദോഷം ചെയ്യുമോ, അത് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംശയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലാക്റ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ഗുണമാണ് ചെയ്യുന്നത്, അതൊരിക്കലും ദോഷമല്ല. അത് ഫിറ്റ്നസ് ട്രെയിനറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് മറ്റുള്ള അവിടെ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആളുകൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മസിൽ പെയിനുകൾ, അതുപോലെ പേശികൾ വലിഞ്ഞിട്ടുണ്ടാകുന്ന വേദനകൾ, നീരുകൾ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹെൽത്തും വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ട് പോകുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ അതിന് വിശദമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ശരീരം ലാക്റ്റിക് ആസിഡിനെ ഉപയോഗിക്കുന്നു. വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് സാധാരണ ഓക്സിജൻ പോരാ, നമുക്ക് അത് എയറോബിക്കായിട്ടുള്ള ഓക്സിജൻ്റെ അളവുകളും മതിയാവില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം മതിയാവില്ല. ഇത് കുറച്ച് നേരത്തേക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലാക്റ്റിക് ആസിഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശം. ലാക്റ്റിക് ആസിഡ് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാക്റ്റിക് ആസിഡ് അഥവാ ലാക്റ്റേറ്റ് വായുരഹിത രാസവിനിമയത്തിൻ്റെ സ്വാഭാവിക ഉപോൽപ്പന്നമാണ്. സാധാരണയായി തീവ്രമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന പ്രക്രിയ, അതാണ് ഈ ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഊർജത്തിനായി ഗ്ലൂക്കോസ് വിഘടിക്കപ്പെടുമ്പോൾ ഇത് നമ്മുടെ പേശികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഗ്ലൂക്കോസാണ് അതിനെ വിഭജിപ്പിക്കുന്നത്, അപ്പോൾ പേശികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വ്യായാമ സമയത്ത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ ഓടുകയോ ഭാരം ഉയർത്തൽ പോലുള്ള കുറച്ച് സമയത്തേക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓക്സിജൻ നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഊർജം നിങ്ങളുടെ പേശികൾക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടെന്നൊരു ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഊർജം നമ്മുടെ പേശികൾക്ക് ആവശ്യമുണ്ട്. തൽഫലമായി നിങ്ങളുടെ ശരീരം വായുരഹിത ഗ്ലൂക്കോസിലേക്ക് മാറുന്നു. അപ്പോൾ മറ്റ് സാധാരണ നമുക്ക് ഓക്സിജനെ കൂടിയാണ് കിട്ടുന്നത്. ഇതിപ്പം ഓക്സിജൻ ഇല്ലാതെ നമ്മുടെ ഒരു ഊർജം കൂട്ടാനുള്ള ഒരു പ്രൊഡക്ഷനിലേക്കാണ് പെട്ടെന്ന് മാറുന്നത്. ഗ്ലൂക്കോസ് പൈറുവേറ്റുമായി വിഘടിക്കുന്നു, അത് പിന്നീട് ലാക്റ്റേറ്റായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ ഒരു ഉൽപ്പാദന ഒരു സ്ട്രക്ചറാണത്. അതിന് 3 കാർബൺ ആറ്റങ്ങളാണ് അതിനകത്തുള്ളത്. കുറഞ്ഞ അളവിൽ ഓക്സിജൻ സാഹചര്യങ്ങളിൽ പോലും താൽക്കാലികമായി ഊർജം, അതായത് ATP എന്ന് പറയും, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടരാൻ ഇത് അനുവദിക്കുന്നു. അഡ്രിനോൾ ട്രൈഫോസ്ഫേറ്റ് ആണ് ഈ ATP എന്ന് പറയുന്ന സാധനം. പേശികളുടെ സങ്കോചത്തിനുള്ള പ്രാഥമിക ഊർജ്ജ സ്രോതസ്സാണ് ഈ ATP എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് പേശികളുടെ കോശങ്ങളുടെ ഉള്ളിൽ ആക്റ്റിനും മയോസിൻ എന്ന് പറഞ്ഞ 2 ഫിലമെൻറ്റുകളും തമ്മിലുള്ള തന്മാത്ര പ്രതിപ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഇത് പേശി നാരുകളെ ചെറുതാക്കാനും ശക്തി ഉൽപ്പാദിപ്പിക്കാനും ശക്തി കൂട്ടാനും പ്രാപ്തമാക്കുന്നു. ATP ഇല്ലാതെ പേശികൾക്ക് ചുരുങ്ങാനോ മെക്കാനിക്കലായിട്ട് അതിനെ ജോലികൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. സങ്കോചം ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനനുസരിച്ച് വഴി കൊടുക്കുന്ന ഈ ATP ആണ്. അപ്പോൾ ഈ പ്രക്രിയ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറച്ച് സമയത്തേക്ക് മാത്രം ചലിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് സഹായിക്കുന്നത്. സാധാരണ നോർമൽ സമയത്ത് നമ്മൾ ശ്വസനത്തിൽ കിട്ടുന്ന ഊർജ്ജത്തിൽ ഈ ഓക്സിജനെ കൂടി കിട്ടുന്ന ഊർജ്ജോൽപാദനമാണ്. അത് രക്തത്തിൽ കലർന്ന് നമുക്ക് മൈറ്റോകോൺട്രിയയിലേക്ക് നമ്മളുടെ സന്ദേശങ്ങൾ എത്തിച്ച് അവിടെ ഊർജ്ജം അവിടെ തന്നെ ബേൺ ചെയ്ത് കലോറികൾ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസാണ് അതിനെല്ലാം സഹായിക്കുന്നത്. ഇത് പെട്ടെന്ന് പേശികളിൽ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. അത് പെട്ടെന്ന് സഡൻ ആക്ഷനാണ്. ഇനി സാധാരണ കുറേ തെറ്റിദ്ധാരണകളുണ്ട് നമുക്ക്. ഈ ലാക്റ്റിക് ആസിഡ് പേശി വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സത്യത്തിൽ ഇത് ലാക്റ്റിക് ആസിഡ് വൈകി ആരംഭിക്കുന്ന പേശി വേദനയ്ക്ക് സാധാരണ നമുക്ക് ഒരു ജോലിയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേദനകളൊക്കെ അനുഭവപ്പെടും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വേദനയ്ക്ക് സാധാരണ അത് പേശി നാരുകളിലെ സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന ഒരു സ്രവമുണ്ട്, അത് വീക്കം എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാക്റ്റേറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു വേർപ്പൊക്കെ പോലെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ഈ പേശി നാരുകളിൽ സംഭവിക്കേണ്ട ഇൻറ്റേർണലായിട്ടുള്ളൊരു സ്രവം, അതായത് അതിൻ്റെ എന്താ പറയുന്നത് മൈക്രോ ടിഷ്യൂസിൻ്റെ ഒരു ടിയർ എന്നൊക്കെ ഉള്ള രീതിയിലേക്കാണ് അതിനെ പറയപ്പെടുന്നത്. പിന്നെ ഇനി അത് നമ്മളെന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം പിന്നെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന എന്താണെന്ന് നോക്കാം. ലാക്റ്റേറ്റിനെ ഇന്ധനമായി നമുക്ക് വീണ്ടെടുക്കലിന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണമാണ് കരളാണ് അതിൻ്റെ.
ഒരു മാലിന്യ ഉൽപ്പന്നമാകുന്നതിന് പകരം, അതായത് ഈ ലാക്റ്റേറ്റ് ഒരു മാലിന്യമായിട്ട് പോകാതെ ലാക്റ്റേറ്റ് നിരവധി ഗുണകരമായ പങ്കുകൾ വഹിക്കുന്നുണ്ട്. ഇന്ധന സ്രോതസ്സായിട്ട് ഒന്നാമത്തെ കാര്യം, അത് ഒരു ബേണിംഗ് ആയിട്ടുള്ള ഒരു ഇന്ധന സ്രോതസ്സായിട്ട് അതിനെ മാറ്റുന്നു. ലാക്റ്റേറ്റിനെ കരൾ കോറി സൈക്കിൾ വഴിയാണ് അത് പുനരുപയോഗം ചെയ്ത് വീണ്ടും ഗ്ലൂക്കോസിനായി മാറ്റുന്നു അത് കരൾ. പിന്നെ ചില പേശികളും ഹൃദയവും പോലും ലാക്റ്റേറ്റിനെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ചില പേശികൾക്കൊക്കെ അത് ആവശ്യമാണ്, ഇന്ധനമായിട്ട് മാറ്റുന്നു. പ്രത്യേകിച്ച് അത് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യണമൊക്കെ സമയത്താണ് അതിന് കൂടുതൽ ആവശ്യം. അതൊരു നമുക്ക് ഗുണമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആസിഡ് ബഫറിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ പേശികളുടെ ക്ഷീണത്തിൻ്റെ യഥാർത്ഥ കുറ്റവാളികളായ ഹൈഡ്രജൻ അയോണുകൾ, അതായത് H- എന്ന് പറയും. ഹൈഡ്രജൻ നമുക്ക് H2 ആണല്ലോ ഹൈഡ്രജൻ. അപ്പോൾ H- മൂലം ഉണ്ടാകുന്ന അസിഡിക് അവസ്ഥയാണത്. അസിഡിക് അവസ്ഥയെ ബഫർ ചെയ്യാൻ, അതിനെ സംരക്ഷിച്ചെടുക്കാനായിട്ട് ലാക്റ്റേറ്റിൻ്റെ ശേഖരണം നമുക്ക് സഹായിക്കുന്നു. ലാക്റ്റേറ്റ് അതിനൊരു ഫ്ലാഗ് പോസ്റ്റുകളായിട്ട് പല സ്ഥലങ്ങളിലും വിന്യസിച്ചിട്ട് ഒരു അടയാളമായിട്ട് അവിടെ രൂപാന്തരപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ ഈ H- പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സിഗ്നൽ സ്ട്രെങ്തൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രക്തപ്രവാഹത്തിലെ ലാക്റ്റേറ്റ്സിനെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിന് പൊരുത്തപ്പെടാനുള്ള ഒരു സിഗ്നലായി പ്രവർത്തിക്കുന്നു. മെച്ചപ്പെട്ട സഹിഷ്ണുത, മെറ്റാകോൺട്രിയൽ പ്രവർത്തനം, ഉപാപചയ കാര്യക്ഷമത എന്നിവയ്ക്ക് കാരണമുള്ള സന്ദേശങ്ങൾ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുന്ന സിഗ്നലുകളാണ്. അതിന് ഒരു ത്വരിത ചാലകമായിട്ട് ഈ ലാക്റ്റേറ്റുകൾ അതിനെ സംരക്ഷിക്കുന്നു. പിന്നെ ലാക്റ്റിക് ആസിഡും വീണ്ടെടുക്കാൻ തന്ത്രങ്ങളും എന്നുള്ളതാണ്. പിന്നെ അതിന് എന്തൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലാക്റ്റിക് ആസിഡ് എന്തൊക്കെ രീതിയിൽ നമുക്കത് കാര്യക്ഷമമായ ലാക്റ്റേറ്റ് ക്ലിയറൻസും മികച്ച വീണ്ടെടുക്കലും പിന്തുണയ്ക്കുന്നതിന് സജീവമായ ഒരു വീണ്ടെടുക്കൽ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. തീവ്രമായ വ്യായാമങ്ങൾക്ക് ശേഷമുള്ള നേരിയ പ്രവർത്തനങ്ങൾ, അതായത് നടത്തം, നമുക്ക് അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്താലും അത് കിട്ടുന്നുള്ളതാണ്. പിന്നെ ആ സ്വാഭാവിക അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ രീതിയിലുള്ള നടത്തം, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ്, അതെല്ലാം നമ്മൾ ഒരു വലിയ വ്യായാമം ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ യോഗയിലാണെങ്കിൽ ശവാസനം, നമുക്കത് ഒരു സുഖമായിട്ട് കിടന്നിട്ട് അത് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വ്യായാമമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വ്യായാമമൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോവുക, അതുപോലെ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയുള്ള പെട്ടെന്ന് വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. റിലാക്സ് മോഡിലിരുന്ന് കുറച്ച് സമയം നമ്മുടെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വേണം നമ്മൾ ബോഡി നോർമൽ അവസ്ഥയിലേക്ക്, അതായത് എവിടെ തുടങ്ങിയോ ആ അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തണം. നമ്മൾ ചെറിയ രീതിയിൽ പാട്ടൊക്കെ ആണെങ്കിലും സാധാരണ അവസ്ഥയിൽ നിന്ന് ആരോഹണത്തിലേക്ക് ഇങ്ങനെ പോയി പിന്നെ താഴത്തേക്ക് അവരോഹണ ക്രമത്തിലേക്ക് വന്നിട്ടാണല്ലോ സംഗീതമൊക്കെ അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ശരീരത്തിനൊരു റിതമുണ്ട്. ആ ശരീരത്തിൻ്റെ റിതത്തിനനുസരിച്ച് തന്നെ അതും നമ്മൾ ഇങ്ങനെ പതുക്കെ ഹൈ ലെവലിലേക്ക് വന്ന ആ ഒരു വ്യായാമത്തിനെ ലോ ലെവലിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ ഒന്ന് എന്താണെന്നുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ശരീരം വേർപ്പൊക്കെ അറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഒരു വലിയ കാര്യത്തിൽ പോകുള്ളൂ. അതിന് ചെറിയ രീതിയിലുള്ള നമ്മൾ സാധാരണ ചെയ്യാറ് തലയൊക്കെ കുമ്പിട്ടിട്ട് നമ്മളിങ്ങനെ കൈയൊക്കെ വീശിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതെന്തൊക്കെ രാസവസ്തുക്കളാണോ നമ്മുടെ വ്യായാമ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ ചെറിയ നടത്തവും കാര്യങ്ങളും, പിന്നെ ആ രക്തചംക്രമണത്തിൻ്റെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. അങ്ങനെ നമുക്ക് നോർമൽ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു കാരണം കിട്ടും. അപ്പോൾ ജലാംശവും പോഷകാഹാരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്നത്. ജലത്തിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും പ്രക്രിയകളെ സഹായിക്കുന്നു. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം അതാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റുകൾ ഗ്ലൈക്കോജൻ നിറയ്ക്കാനും കോറി സൈക്കിളിനെ പിന്തുണയ്ക്കാനും കഴിയും. പിന്നെ ശരിയായ ശ്വസനം, ഇതൊക്കെ കിട്ടുന്ന ഗുണങ്ങളാണ് അതിൻ്റെ. ആഴത്തിലുള്ളതും താളാത്മകവുമായ ശ്വസനം മികച്ച ഓക്സിജൻ്റെ ഒഴുക്ക് ഉറപ്പാക്കുന്നു. എയറോബിക് മെറ്റബോളിസത്തെ പിന്തുണയ്ക്കുകയും ലാക്റ്റേറ്റ് അടിഞ്ഞുകൂടൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളത് കോൾഡ് തെറാപ്പി അല്ലെങ്കിൽ മസാജ്, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഈ രീതികൾ ലാക്റ്റേറ്റിനെ നേരിട്ട് നീക്കം ചെയ്യുന്നില്ല, പക്ഷേ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മറ്റ് സംവിധാനങ്ങളിലൂടെ, അതാണ് ഏറ്റവും പ്രധാനം, സംവിധാനങ്ങളിലൂടെ വേദന കുറയ്ക്കുകയും ചെയ്തേക്കാം. ഇപ്പോൾ മസാജൊക്കെ ചെയ്ത് ശരീരത്തിന് ബോഡിയൊക്കെ നമുക്ക് ചെറിയ കുറച്ച് വലിയ വ്യയമൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരം പെട്ടെന്ന് നമുക്ക് വലിച്ചിലൊക്കെ ഉണ്ടാവും. അതിനകത്തുള്ള ആ കോശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സൂക്ഷ്മ നാഡികളൊക്കെ ഉണ്ട്. അതിനൊക്കെ വലിച്ചിൽ വരുമ്പോഴാണ് ഈ സ്വെല്ലിങ്ങും അതുപോലുള്ള നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ചെറിയ മസാജ്, അങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൾഡ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് മാറിക്കോളും. അപ്പോൾ അത് ലാക്റ്റേറ്റാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സഹായിക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്യുന്നത്.
ലാക്റ്റിക് ആസിഡാണ് അതിൻ്റെ ഒരു മെയിൻ കവചമായിട്ട് മാറുന്നത്. ഇതിൻ്റെ സംഗ്രഹം എന്താണെന്ന് വെച്ചാൽ പ്രധാന ഉൾക്കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ അനഎറോബിക് ഊർജ്ജോൽപാദനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ലാക്റ്റിക് ആസിഡ്. തീവ്രമായ വ്യായാമ സമയത്ത് പ്രത്യേകിച്ച് ഓക്സിജൻ കുറവായിരിക്കുമ്പോൾ അത് ദോഷകരമാണോ? അല്ല. അതൊരു താൽക്കാലിക ഊർജ്ജ പരിഹാരവും വീണ്ടെടുക്കലിനുള്ള ഇന്ധനവുമാണ്. അത് വേദന ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇല്ല, അതൊരു മിഥ്യയാണ്. അതെങ്ങനെ മായ്ക്കാം? സജീവമായ വീണ്ടെടുക്കൽ, ജലാംശം, ശരിയായ വിശ്രമം എന്നിവയിലൂടെ നമുക്ക് അത് വീണ്ടെടുക്കാം. പിന്നെ അവസാനത്തെ ഒരു കൺക്ലൂഡിംഗ് ആണ്, ലാക്റ്റിക് ആസിഡ് നിങ്ങളുടെ ശത്രുവല്ല. ഓക്സിജൻ കുറയുമ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ സമർത്ഥമായ മാർഗമാണിത്. അതിൻ്റെ പങ്ക് മനസ്സിലാക്കുന്നത് നിങ്ങളെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാനും മികച്ച രീതിയിൽ സുഖം പ്രാപിക്കാനും നിങ്ങളുടെ ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ആരോഗ്യത്തിലോ ഫിറ്റ്നസ്സിലോ നിങ്ങൾ മറ്റുള്ളവരെ നയിക്കുകയാണെങ്കിൽ ലാക്റ്റേറ്റിനെ കുറിച്ചുള്ള സത്യം വിശദീകരിക്കുന്നത് അവരുടെ മാനസികാവസ്ഥയെ ഭയത്തിൽ നിന്ന് ശാക്തീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. അത് വളരെ ഗുണകരമായ രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അത് മനസ്സിലാക്കിക്കൊണ്ട് എക്സസൈസ് ചെയ്യുകയും വിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരം വേണ്ട അത്ര ഇമ്മ്യൂണിറ്റി പവർ നേടുകയും നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനും. ഡോക്ടർമാരൊക്കെ നടക്കാൻ പറയുന്നതിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ. സാധാരണ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓക്സിജനാണ് നമ്മളെ ഇത് ചെയ്യണം. പക്ഷേ നമ്മൾ കൂടുതൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈ ലാക്റ്റിക് ആസിഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് ശരീരത്തിന് ഗുണം ചെയ്യും. അപ്പോൾ എത്ര ഉള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്തോടുള്ള ലക്ഷ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും സ്വാഗതം. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. നമസ്കാരം. ഞാൻ സന്തോഷ്. ലൈഫ് ഫോഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു.